എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോ, രാവിവൻ തോണി നിൻ പദം. മലയാള ഭാഷയിൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഈശ്വര പ്രാർത്ഥന നമുക്ക് രചിച്ചു നൽകിയ ശ്രീനാരായണ ഗുരുവിന് പ്രണാമം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജയന്തിയാണെന്ന്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. എന്നിരുന്നാലും അദ്ദേഹത്തെ പറ്റി രണ്ടു വാക്ക്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപ്രദേശമായ ചെമ്പഴന്തി വയലോരം വീട്ടിൽ 1856 ഓഗസ്റ്റ് 20 ചതയം നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. ജാതി വ്യവസ്ഥയുടെ ഇല്ലാതാക്കൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സമഗ്രമായ പ്രചരണം. ജാതി വ്യവസ്ഥയുടെ ഇല്ലാതാക്കൽ എന്ന പ്രചരണത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സാമൂഹിക സമത്വം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരള നവോത്ഥാനത്തിൽ നിലനിന്നിരുന്ന ഒരു തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും ഒരു സന്യാസിയുമായിരുന്നു അദ്ദേഹം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നീ ജാതികളെ സമ ആദരവോടുകൂടി കാണാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞു. മതമേതായാലും മനുഷ്യൻ നന്നായാ മതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേണ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശരിയല്ലേ? പ്രളയവും ഉരുൾപൊട്ടലും എല്ലാം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, കയ്യും മെയ്യും മറന്ന് സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഗുരുദേവൻ പറഞ്ഞതാണ്. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങി എല്ലാ സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അദ്ദേഹത്തെ പറ്റി പ്രമുഖരായ വ്യക്തികൾ വിശേഷിപ്പിച്ചത് ഞാനിവിടെ പറയാം. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. രവീന്ദ്രനാഥ ടാഗോർ. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവന്ന ആരെയും ലോകസഞ്ചാരത്തിനിടയിൽ ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നും രവീന്ദ്രനാഥ ടാഗോർ കൂട്ടിച്ചേർത്തു. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല എന്ന് ദീനബന്ധു CF ആൻഡ്രോസ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒന്നാംകിട മനുഷ്യനായി കാണാനാണ് അയ്യങ്കാളിക്ക് ഇഷ്ടമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഗുരുദേവന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വീടിനടുത്തൂടെ നടന്നു പോകുമ്പോൾ അടിയാളന്മാരുടെ കുടിലിൽ അരി തിളയ്ക്കുന്നത് അദ്ദേഹം കണ്ടു. അവിടെ നോക്കിയപ്പോൾ മറ്റാരെയും കണ്ടില്ല. ശ്രീനാരായണ ഗുരു ചെന്ന് ആ കുടിലിൽ അകത്ത് കയറി ആ അരി വാങ്ങിവെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ മാടനാശാൻ, അദ്ദേഹം സംസ്കൃത അധ്യാപകനായിരുന്നു, അദ്ദേഹം ചോദിച്ചു, എവിടെ പോയി? അത് ഞാൻ പുറത്ത് നടക്കാൻ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മാവൻ ഒരു ആയുർവേദ വൈദ്യനായിരുന്നു, കൃഷ്ണൻ. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന് നേരെ ആക്രോശിച്ചു കൊണ്ട് വരികയാണ്. അടിയാളന്മാരുടെ കുടിലിൽ കയറി അശുദ്ധിയാണെന്നും പറഞ്ഞു. അപ്പൊ ശ്രീനാരായണ ഗുരു അച്ഛനോട് പറയുകയുണ്ടായി, അച്ഛാ, ഞാൻ ഇന്ന് ആ കുടിലിൽ കയറി അരി വാങ്ങി വെച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ആ കുടിലിലുള്ളവർ പട്ടിണിയാകുമായിരുന്നില്ലേ? ശരിയല്ലേ? അദ്ദേഹത്തിന്റെ അച്ഛൻ മറുത്തൊരു മറുപടിയും പറഞ്ഞില്ല എന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കേട്ടറിവുണ്ട്. ശ്രീനാരായണ ഗുരു വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഈ വെള്ള വസ്ത്രം അദ്ദേഹം അണുവിമുക്തമാക്കി മഞ്ഞളിൽ മുക്കിയാണ് ധരിച്ചിരുന്നത് എന്നൊരു കേട്ടറിവുണ്ട്. അത് ഞാൻ കേട്ടറിവാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. 1903 ശിവഗിരി സത്യസമാജം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി ശിവഗിരി സത്യസമാജം ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. 1928 സെപ്റ്റംബർ 20 മലയാള മാസം കന്നി 5 ശിവഗിരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായി. ശ്രീനാരായണ ഗുരുവിന് അരയാൽ ടീമിന്റെ പ്രണാമം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അരയാൽ ടീമിന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ.